ഇന്ന് 7/7/2024 നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻറ്റും എക്സ്ട്രാ ഓർഡിനറിയും ആയിട്ടുള്ള ഒരു ദിവസമാണിന്ന്. എൻ്റെ കർത്തവ്യം എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ്. സ്വാഗതം പറയുമ്പോൾ സ്വാഗതം പറയുന്ന വ്യക്തി, ആ വ്യക്തിയുടെ കർത്തവ്യം എല്ലാവരും വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് ഈ ഹാളിനകത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ മനസ്സുകളെ ഈ മീറ്റിംഗിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സ്വാഗത പ്രാസംഗികന്റെ ദൗത്യം. അത് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. ആ ദൗത്യം ഇന്ന് ശങ്കര കോളേജിന്റെ തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ ദൗത്യം എത്രത്തോളം സൗമ്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും എന്നെനിക്കറിയില്ല. അത് കേൾക്കുന്നവരാണ് വിലയിരുത്തേണ്ടത്. നമുക്കറിയാം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാവരും സ്വയം വിലയിരുത്താൻ ഒരു വ്യക്തിയുടെ ജീവിതം 3.5 വയസ്സ് 3.5 കിലോ മാത്രം ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ വെയിറ്റ് ഉണ്ടായിരുന്ന നമ്മൾ 60-70 കിലോയിലേക്ക് നമ്മളെല്ലാം വളർന്നു. ആ ഒരു വളർച്ച നമ്മുടെ വ്യക്തി ജീവിതത്തിലോ ഒത്തിരി പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് ഒരു വ്യക്തി ജീവിക്കുക. ആ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. ഒന്ന്, നമ്മൾ പഠിച്ച കലാലയം. നമ്മൾ 1ാം ക്ലാസ്സിൽ എവിടെയോ പോയി ചേർന്ന്, ഏതോ ഒരു സ്കൂളിൽ ചേർന്നു. ആ മിറ്റത്ത് കളിച്ച് വളർന്നു. അത് കഴിഞ്ഞ് പടിപടിയായി വർഷങ്ങളായി നമ്മൾ പഠിച്ച് 10ാം ക്ലാസ്സിലേക്ക് എത്തി. 10ാം ക്ലാസ്സിൽ നിന്ന് കോളേജ് ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നു. നമ്മുടെയൊക്കെ പിതാമഹന്മാര് അതിന് പ്രാപ്തിയുള്ളവരായതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഒരു ഗ്രാജുവേഷൻ ലെവലിൽ നമുക്ക് എത്താൻ പറ്റിയത്. അത് ആ പിതാമഹന്മാരുടെ ഒരു കഴിവും, ആ പിതാമഹന്മാരുടെ കഴിവും ഒപ്പം തന്നെ നമ്മുടെ പ്രാപ്തിയും നമ്മളെ വളർത്തിയെടുത്ത അധ്യാപകരും ഓരോ വ്യക്തിയുടെ വളർച്ചയിൽ വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ശ്രീശങ്കര കോളേജ് കാലടിയുടെ മണ്ണിൽ നമ്മൾ ഇന്ന് ചവിട്ടി കയറിയപ്പോൾ നമുക്കറിയാം, 2 കാര്യങ്ങളിലാണ് നമ്മൾ വളരെ മികച്ചു നിന്നത്. ഒന്ന്, ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പരിപാലനമായ ഈ കാലടിയുടെ മണ്ണിൽ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരിക, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു താമ്രപത്രത്തില് ഡിഫറെന്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായ ആളുകൾ ഒത്തിരി പേരുണ്ട് ഇവിടെ നമ്മുടെ കേരളത്തില് ഉടനീളം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധിജിയുടെ പേര് അടിച്ച ഒരു യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പഠിച്ച് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എവിടെ പോയാലും ആ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി, അതാണ് നമ്മുടെ വാലിഡിറ്റി. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യം നമ്മൾ പറഞ്ഞു. എങ്ങനെയോ നമ്മളെയൊക്കെ കൂടെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മുടെയൊക്കെ കൂടെ പഠിച്ചവര് ഇന്ന് എവിടെ നിൽക്കുന്നു നമുക്ക് നോക്കിയറിയാം. ആ വ്യക്തികളുടെ ജീവിതത്തിൽ പല വഴികളും താണ്ടിയാണ് ആ വ്യക്തികൾ വിജയിച്ചു വരിക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രീ ഡിഗ്രി ലെവല് കഴിഞ്ഞ്, ഒരു ഡിഗ്രി ലെവല് കഴിഞ്ഞ് ഗെറ്റ് ടുഗദറിലേക്ക് എത്തുമ്പോൾ മറ്റുള്ള
ഇങ്ങനെയുള്ള കോളേജുകളിലെല്ലാം നമുക്കറിയാം ഒത്തിരി കോളേജുകൾ എറണാകുളം ജില്ലയിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലുണ്ട്. അവരൊക്കെ ഗെറ്റ് ടുഗദർ നടത്തുമ്പോൾ അറ്റൻഡൻസ് 10, 12, 14 പേരാണ് വരിക. ആ മീറ്റിങ്ങിന് എത്താൻ പറ്റുള്ളൂ, അങ്ങനെ എത്താൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രൗഡായിട്ടുള്ള മൊമെന്റ്സുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ജീവിതത്തിൽ. എല്ലാവരും നമുക്കറിയാം 2018 കോവിഡ് വന്നു. ആ കോവിഡിനെ നമ്മൾ തട്ടിത്തെറിപ്പിച്ച് പ്രതിരോധിച്ച് അതിലേക്ക് പോകാൻ പറഞ്ഞ് നമ്മുടെ വിൽ പവർ കൊണ്ടും നമ്മുടെ പവർ കൊണ്ടും കറേജ് കൊണ്ടും നമ്മുടെ നോളജ് കൊണ്ടും നമ്മൾ ശക്തമായിട്ട് നമ്മൾ നേരിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മൾ ഏഴിലിരിക്കുമ്പോൾ 2-3 കാര്യങ്ങളിലേക്ക് സൂചന നൽകിക്കൊണ്ട് വേണം നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ. ഏതാണ്ട് 50ഓളം വയസ്സ് നല്ല കറേജോടുകൂടി പൂർത്തിയാക്കിയവരാണ് നമ്മളിവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ. ആ കറേജിന്റെ ഒപ്പം നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ വർഷവും 7/7 എല്ലാ വർഷവും അവൈലബിൾ ആയിട്ടുള്ളവര് ഒത്തുകൂടട്ടെ എന്നുള്ളൊരു റെസൊല്യൂഷൻ നമുക്ക് ഇവിടെ ഒന്ന് പാസ്സാക്കാമോ? എല്ലാ വർഷവും നമുക്ക് 7/7 നമുക്ക് കൂടാം. അവൈലബിൾ ആയിട്ടുള്ളവർ വരട്ടെ. അല്ല, ഇപ്പോ നമുക്ക് 7/7 തന്നെ നമുക്ക് വെച്ചിട്ട് ഒരു 2 വർഷം അങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഒരു വിദ്യാഭ്യാസം നടത്തി. ഇപ്പൊ എന്തായാലും 7/7 നമ്മളൊരു ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രതീഷ് ഹാളിലേക്ക് കടന്നു വരുന്നു. ഹൈക്കോടതിയിലും നമ്മുടെ രതീഷ് വെൽക്കം. അപ്പൊ നമ്മൾ അമൃത പ്രസംഗത്തിന്റെ ഒരു ബാധ്യത കഴിഞ്ഞു. അപ്പൊ 7/7 നമുക്ക് എല്ലാ വർഷവും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പേഴ്സ് കൂടാം എന്നുള്ള റെസൊല്യൂഷൻ നമ്മൾ പാസ്സാക്കി കഴിഞ്ഞു. ഒപ്പം തന്നെ ഇന്ന് നമുക്കറിയാം സ്വാഗതത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് സ്വാഗതം പറയുമ്പോൾ ഇന്ന് വേദിയിലിരിക്കുന്നവർക്ക് കാസ്റ്റിംഗ്സ് ആയതുകൊണ്ട് നമുക്ക് 2ാമത് സ്വാഗതം പറഞ്ഞിട്ട് ആദ്യം ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങൾക്കും ഹൃദയത്തിന്റെ സുഗന്ധം കൊണ്ട് ഈ വേദിയിലേക്ക്, ഈ ഹാളിലേക്ക് മനസ്സ് വയ്ക്കാൻ, ഇവിടെ പറയുന്നത് കേൾക്കാൻ, ഇവിടെ പറയുന്നത് ഓരോ വാക്കുകളും ശ്രദ്ധിക്കാൻ എല്ലാവരെയും ഈ വേദിയിലേക്ക്, ഓരോ വ്യക്തിത്വങ്ങളെയും കയ്യടിക്കുന്ന കയ്യടിയുടെ സൗണ്ട് മനസ്സിൽ നിന്ന് വരുന്നതാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ആ കയ്യടിയുടെ ഊർജം 50 കൊല്ലങ്ങളിൽ ഈ നിൽക്കട്ടെ എന്ന് വീണ്ടും ആശംസിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ അവസരം നമ്മൾ ഇനിയുള്ള നാളുകളിൽ ഇന്ന് കൂടിയതിന്റെ ഊർജവും ആവേശവും മിനിമം 10 വർഷമെങ്കിലും നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും ശക്തിയിലും നമ്മുടെ ചോരയിലും ഉണ്ടാകണമെന്നുള്ള ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് വേദിയിലേക്ക് കിടക്കുമ്പോൾ യോഗ അധ്യക്ഷൻ നമ്മുടെ യോഗാധ്യക്ഷ ശ്രീലേഖ, നമുക്കറിയാം നമ്മുടെ ഈ കോളേജിൽ നമ്മുടെ ഒപ്പം പഠിക്കുകയും ഒപ്പം തന്നെ ഈ കോളേജിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവം ആളുകൾക്ക് ചാൻസ് കിട്ടാറുള്ളൂ എന്ന് വ്യക്തമായിട്ട് അടിവരയിട്ട് പറയുന്ന ഒരു സമയമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്തത് നമുക്കറിയാം വേദിയിലിരിക്കുന്ന അടുത്ത ഒരു വ്യക്തിത്വത്തിലേക്ക് കടക്കുകയാണ്. 3.5 കോടി മലയാളികളുടെ ഹൃദയം കവർന്ന തമിഴക സിനിമയിലും ഒപ്പം തന്നെ ലോക മലയാളി ഫോറത്തിലും ലോകത്തിൽ എവിടെ ഏത് കോണിൽ ചെന്നാലും നമുക്കറിയാം 169ഓളം രാജ്യങ്ങളുണ്ട്. അവരെല്ലാം മലയാളികളുണ്ട്. എവിടെ ചെന്നാലും ശങ്കര കോളേജില്
പഠിച്ച വ്യക്തിത്വങ്ങൾ എപ്പോഴും പ്രൗഢ നിറഞ്ഞതാണ്. ആരാണ് എന്ന വേദിയിൽ ഇരിക്കുന്നവർ ഏകസ്വരത്തോടെ പറയണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ആ ലോക മലയാളികളുടെ മുമ്പിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ കഴിവ് ആശാസ്ത്രത്തിന്റെ ആ ഡാൻസിൽ കൂടിയാണ് ആശാസ്ത്രത്ത് അമ്മയുടെ ശിഷ്യത്വം സ്വീകരിച്ചാണ് ആശാസ്ത്രത്ത് ഡാൻസിലേക്ക് വരികയും ഒപ്പം തന്നെ സ്വന്തം മക്കളെ ലോകത്തിന്റെ നെറുകയിലേക്ക് പ്രദർശിപ്പിക്കുകയും അവരെ ഒപ്പം തന്നെ അവരെ ഡാൻസ് പഠിപ്പിച്ച് അമ്മ മകളെ പഠിപ്പിച്ച അതേ പാതയിൽ രണ്ട് മക്കളെയും ഡാൻസും ഒപ്പം എഡ്യൂക്കേഷനും കൊടുത്ത് ആ ആശാസ്ത്രത്ത് നമ്മുടെ മകളുടെ വിവാഹം എല്ലാ വ്യക്തിത്വങ്ങളെയും ഫോണിൽ ക്ഷണിച്ചത് നമ്മൾ ഇപ്പോഴും ഓർമ്മയിലേക്ക് വരണം. അവർക്ക് അതിന്റെ ഒരു കാര്യമില്ലല്ലോ. പക്ഷേ അതാണ് പറഞ്ഞത്. അവർക്ക് സാധാരണഗതിയില് അത്രയും വാല്യൂ ഉള്ള ഒരു വ്യക്തിത്വങ്ങൾക്ക് അത്രയും ഡീപ്പ് റൂട്ടിൽ പോയി അങ്ങനെ ക്ഷണിക്കാനുള്ള സമയം കിട്ടാറില്ല. ആ സമയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആശ എല്ലാവരെയും ഫോണിൽ വിളിച്ച്, അത് മാത്രമല്ല അവിടെ ചെന്നപ്പോൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് എല്ലാവരെയും സ്റ്റേജിൽ വിളിച്ച് കയറ്റി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ആരെയും നിരാശപ്പെടുത്താതെ എത്ര ഫോട്ടോ വേണമെങ്കിൽ എടുത്തോളൂ എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് ആശ എല്ലാവരെയും ക്ഷണിച്ച് സ്റ്റേജിൽ കയറ്റി എന്നുള്ളത് ഈ തരത്തിൽ സന്തോഷത്തോടു കൂടി ഇവിടെ പരാമർശിക്കാതെ പറ്റില്ല. അതാണ് ഞാൻ പരാമർശിക്കുന്നത്. ഒപ്പം തന്നെ ആശയോട് സ്വാഗതം പറയുമ്പോൾ ആശയുടെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. അത് ഏത് രീതിയിലാണ് അത് ആശ എടുക്കുക എന്നുള്ളത്, ഏത് രീതിയിലാണ് അത് ആശ ഉൾക്കൊള്ളുക എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഒന്ന് പറയുകയാണ്. ആശ പഠിച്ച 1ാം ക്ലാസ് തുടങ്ങി, 1ാം ക്ലാസ്സിൽ ആശ പഠിച്ചത് ഗേൾസിലാണ്. ഗേൾസിലാണ് അനീതിപൂർവനും ബോയ്സ് തന്നെയാണ്. എല്ലാം മിക്സ്. അപ്പോ എവിടെയാണോ പഠിച്ചത് ആ സ്ഥാപനത്തിൽ 1 തുടങ്ങി 4 വരെ പഠിച്ചു. അതിനുശേഷം ഗേൾസില്, അത് കഴിഞ്ഞ് മാർത്തോമേല് കോളേജ് എഡ്യൂക്കേഷൻ, പിന്നെ ശ്രീശങ്കര കോളേജ് കാലം. ഇത്രയും പേരെ 1ാം ക്ലാസ് തുടങ്ങി എവിടം വരെയാണോ പഠിച്ചു നിർത്തിയത് അത്രയും കുട്ടികൾ ആശാസ്ത്രത്തിന്റെ വളരെ സ്നേഹനിധികളായിട്ടുള്ള സുഹൃത്തുക്കളായി ജീവിതം മുഴുവൻ അങ്ങ് പോകാനായിട്ട് ആ 1ാം ക്ലാസ്സിൽ പഠിച്ച ആ കുട്ടികളുടെ ലിസ്റ്റ് മുതൽ എടുത്ത് ആശ ഒരു ടീമിനെ ഒരു ടീമിനെ ഉണ്ടാക്കണം എന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ലോകം അറിയപ്പെട്ട ആശാസ്ത്രത്ത് തീർച്ചയായിട്ടും അതിന് ആ ഒരു ഐഡിയ കൊടുത്ത് തീർച്ചയായിട്ടും അത് കേൾക്കുമെന്നും ശ്രദ്ധാപൂർവം കേൾക്കുമെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്നുകൂടി പറയുകയാണ്, 1ാം ക്ലാസ് മുതൽ എവിടം വരെയാണോ എഡ്യൂക്കേഷൻ നിർത്തിയത് അവിടം വരെയുള്ള എല്ലാ കുട്ടികളും സ്വന്തം അത് ഞാൻ അവസാനിപ്പിക്കുക. അനി അത് കേൾക്കണം. അനിയുടെ പാട്ട് വഴി അനിയുടെ പാട്ടിന് വേണ്ടിയാണ് അനി ചെറിയ രീതിയിൽ ഇങ്ങനെ പറയാം. അപ്പൊ അങ്ങനെ ആശാസ്ത്രത്ത് അതിന് നേതൃത്വം കൊടുത്ത് എല്ലാവരെയും ഒരു പ്ലാറ്റ്ഫോം അതിനെ പോലെയുള്ള സംഘാടകർ ഇവിടെ ഇരിക്കുന്ന ആരാണെങ്കിലും അവരെല്ലാവരും ആശയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവും, മുന്നോട്ട് വരും എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഒരു എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. തീർച്ചയായും നമുക്കറിയാം 1992 കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതാണ് ബെസ്റ്റ് ഡാൻസർ ഓഫ് ദി ഇയർ അവാർഡ് അല്ലെ? ശങ്കർ ദയാൽ ശർമ്മയിൽ നിന്നാണോ വാങ്ങിച്ചത്? രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിച്ചാണ്. രാഷ്ട്രപതിയുടെ നാഷണൽ അവാർഡ് വാങ്ങിച്ചാണ്.
1992. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഓർമ്മയിൽ കൂടി കൊണ്ടുവരാനും ആ ഓർമ്മകളിൽ കൂടി സഞ്ചരിക്കാനും നമുക്ക് സാധിക്കും. അപ്പോ അത്രയും പറഞ്ഞുകൊണ്ട് അധികം ദീർഘിപ്പിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി എന്നുള്ളത് അപ്പോ അങ്ങനെ അക്ഷരത്തിന് നമ്മുടെ സമ്പൂർണമായിട്ടുള്ള സ്വാഗതം. പിന്നെ വേദിയിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോരുത്തരും പറയാം. നമുക്ക് അരുണിനെ കുറിച്ച് പറയാം. 2009 നമ്മൾ നടത്തിയ ഗെറ്റ് ടുഗദർ. ആ ഗെറ്റ് ടുഗദറിൽ പങ്കെടുത്തവരൊന്ന് കൈപ്പൊക്കിയാൽ ഒന്ന് കാണായിരുന്നു. 2009 പങ്കെടുക്കാതെ ഇവിടെ വന്നിരിക്കുന്നവര് 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത് എന്നുള്ള ഒരു വസ്തുത സത്യത്തില് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ല, അത് ഗെറ്റ് ടുഗദർ ആയിരുന്നു എങ്കിലും ഇതേമാതിരി ഒരു കൂടിക്കാഴ്ച നമുക്ക് തുറന്ന് സംസാരിക്കാൻ ഒരു ദിവസം ഇരുന്ന് നമുക്ക് ഇത് കേൾക്കാൻ. ഒപ്പം തന്നെ നമ്മുടെ അരുണിനെ കുറിച്ച് പറയാം. 2009 നമ്മൾ ഇഷ്ടപ്പെട്ട് പോയ ഗെറ്റ് ടുഗദർ ഒരു വെള്ളി നക്ഷത്രം പോലെ 2024 ഒത്തുകൂടണം, നിർബന്ധമാണ് എന്ന് വാശി പിടിക്കുകയും അതിനനുസരിച്ചുള്ള സംഘാടകൻ ആ ഒരു നല്ല രീതിയിലെ സംഘടനാ പാഠവും കാഴ്ചവെച്ച മിസ്റ്റർ അരുണിന് പ്രത്യേക സ്വാഗതം നമുക്ക്. അതുകൂടാതെ ഇന്ന് നമുക്കറിയാം വിദേശത്ത് നമ്മുടെ ഏതാണ്ട് 14ഓളം പേരുണ്ട്. അതിൽ നിന്ന് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഒന്ന് അനിത, വേറെ ആരെങ്കിലും ഉണ്ടോ? ജോബി, ഡേവിസ്, പിന്നെ ഒന്ന് ജോബി ഒന്ന് എനിക്ക് ജസ്റ്റ് അപ്പൊ അങ്ങനെ 3 പേര് ഓവർസീസ് ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് വേണ്ടി എത്തിച്ചേർന്നതല്ല. ഓക്കെ, അപ്പോ അങ്ങനെ ഇന്ന് വിദേശത്തുനിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും അവർക്കും നമ്മൾ പ്രത്യേകം സ്വാഗതം പറയുകയാണ്. അറിവുണ്ടല്ലോ. ഒപ്പം തന്നെ അടുത്തതായിട്ട് നമുക്ക് സ്വാഗതം പറയാനുള്ളത് നമ്മളിൽ ഒരുവനായ നന്നായി പാടുകയും ഗ്രൂപ്പ് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും ആ കട്ടി മീശയുടെ പ്രാധാന്യം ലോകം മുഴുവൻ അറിയിക്കുകയും അനിയുടെ മീശ കണ്ട് അനിയെ ആരാധിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത ഇവിടെ പറയാതെ യാതൊരു നിവൃത്തിയില്ലാന്നുള്ളത് കൊണ്ട് അനിയുടെ ആ മീശയ്ക്കും കൂടി നമ്മളൊരു സ്വാഗതം പറയുകയാണ്. ഒപ്പം തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം അസോസിയേഷൻ സെക്രട്ടറി സ്ഥാനം സെക്കൻഡ് ഇയർ ബികോമിന് ഒരിക്കലും കിട്ടിയിട്ടില്ല. സെക്കൻഡ് ഇയർ സെക്കൻഡ് ഇയർ ഓക്കെ നമ്മള് അതൊരിക്കലും ശരിയല്ല. അതൊരിക്കലും ശരിയല്ല. അത് പൂർണ്ണമായിട്ട് തള്ളാണ്. ഒരിക്കലും അപ്പൊ അനിയത്തിക്കുവിന് സ്വാഗതം പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ ഷൈജു വർഗീസ്, നമുക്കറിയാം നല്ലൊരു സംഘാടനം എപ്പോഴും കാഴ്ചവെക്കുന്ന ഷൈജു. ആ ഷൈജുവിന് എപ്പോഴും വിനയത്തിന്റെ ഭാഷയിൽ എല്ലാവരെയും ഫോണെടുത്ത് വിളിക്കുകയും വരണം വരൂ ആ വാക്കുകളിൽ കൂടി എല്ലാവരുടെയും ഹൃദയം കവർന്ന ഷൈജു വർഗീസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഹൈക്കോടതി അഡ്വക്കേറ്റ് സ്ഥാനത്തിരിക്കുകയും ഈ കോളേജിലോ
എല്ലാ പുസ്തകർക്ക് പോലും അറിയാൻ കഴിയുകയും ഒപ്പം ബിസിൽ സോങ്, രതീഷിന്റെ ബിസിൽ സോങ് കേട്ട് മയങ്ങി നിൽക്കുന്ന ആളുകൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു ഈ കോളേജിൽ എന്ന് നമുക്ക് സന്തോഷപൂർവ്വം പറഞ്ഞുകൊണ്ട് രതീഷിനെ വിനയത്തിന്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ഡേവിസാണ്. ഡേവിസ് നമുക്ക് അമേരിക്കയിൽ നിന്ന് സ്പെഷ്യലായിട്ട് പറഞ്ഞിറങ്ങി. അമേരിക്ക എവിടെയാണ്? അപ്പോ ആ സ്ഥലത്ത് നിന്ന് ഇതിനു വേണ്ടി ഇവിടെ എത്തുകയും നമ്മുടെ വേദി പങ്കിടാൻ വിളിച്ചപ്പോൾ സന്തോഷപൂർവ്വം കയറി വരികയും ചെയ്ത ഡേവിസിന് ഈ വേദിയിലേക്ക് സ്വാഗതം പറയുന്നു. ഇന്ന് ഈ സുദിനത്തിൽ ഇന്ന് വൈകുന്നേരം വരെ നമുക്കിവിടെ ആഘോഷിക്കാനുള്ള നിമിഷങ്ങളാണ്, തുറന്ന് സംസാരിക്കാനുള്ള നിമിഷങ്ങളാണ്. നിമിഷങ്ങൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്താൻ ദൈവം കടാക്ഷിക്കണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തത് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ വിളക്ക് കത്തിക്കാനുണ്ട്. ഒപ്പം നമ്മുടെ അസീന വളരെ ഇതായിട്ട് ഒരു കേക്കൊക്കെ ആയിട്ട് ഇന്ന് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അധ്യക്ഷൻ അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ പറയും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഞാൻ എന്റെ ആദ്യത്തെ സ്വാഗത പ്രസംഗത്തിന് താൽക്കാലിക വിരാമം ഇടുന്നു. അല്ല, ഞാൻ വീണ്ടും മൈക്ക് കിട്ടിയ ഞാൻ കയറുമെന്ന് വീണ്ടും മൈക്ക് കിട്ടിയ വീണ്ടും ഞാൻ കയറുമെന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലിക വിരാമത്തോട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.